ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സെക്കൻഡ് ODI 170 റൺസിൻ്റെ ലീഡിലാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ 402 റൺസ് എടുത്തു. അഫ്ഗാനിസ്ഥാന് 232 ഓൾ ഔട്ടായി. ഇതിൽ നല്ലപോലെ ബാറ്റിംഗ് ചെയ്തത് ഇഷാൻ കിഷനും പിന്നെ ശുഭ്മാൻ ഗില്ലുമാണ്. ശുഭ്മാൻ ഗില്ലിന് ബാറ്റിംഗ് അടിപൊളിയായിരുന്നു. മെയിനായിട്ട് 110 ബോളിൽ 154 റൺസും ഇഷാൻ കിഷൻ 79 ബോളിൽ 125 റണ്ണും. ഇഷാൻ കിഷൻ്റെ സത്യം പറഞ്ഞ ഒരു റിട്ടേൺ എന്ന് പറയാം. ആദ്യം അവൻ്റെ കുറച്ച് ഇഷ്യൂസ് കാരണം അവനെ ടീമിൽ നിന്ന് പുറത്താക്കുകയും പിന്നെ T20 വെടിക്കെട്ട് രീതിയിൽ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ ഇപ്പം കിട്ടിയ ചാൻസ് ശരിക്കും മോലാക്കി എന്ന് വേണം പറയാം. ODIയിൽ പിന്നെ ഒരു സെഞ്ചുറി അടിച്ച് ശരിക്കും ഒരു അടിപൊളി ബാറ്റിംഗ് ആയിരുന്നു. ശരിക്കും ഇവർ രണ്ടുപേരുടെ ബാറ്റിങ്ങിലാണ് ഇന്ത്യ ശരിക്കും പറഞ്ഞ ഒരു 400 റൺസ് എടുക്കാൻ കാരണം. പിന്നെ ബാക്കി കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്ത് രോഹിത് ശർമ്മ 39 ബോളിൽ 48. പിന്നെ ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് യശസ്വി ജയ്സ്വാൾ ബെഞ്ചിലിരിക്കുക. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് അത്ര ഒന്ന് ബാറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ അടുത്ത മാച്ചിൽ നല്ലപോലെ പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കാം. പിന്നെ ബാക്കിയുള്ള ഡൗൺ ദ ഓർഡർ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ശ്രേയസ് അയ്യർ 24 ബോളിൽ 26. KL രാഹുൽ ഡക്കായി. പിന്നെ താഴേക്കുള്ള വാഷിംഗ്ടൺ സുന്ദറാണേലും 19 റൺസ്. പിന്നെ അങ്ങനെ വലിയ ബാറ്റ്സ്മാൻ താഴേക്കില്ല, വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ ഇവരുടെ ബാറ്റിംഗ് നല്ല അടിപൊളിയായിട്ട് അവർ ബാറ്റ് ചെയ്തു. പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിയാൽ മെയിനായിട്ടും നല്ലപോലെ ബോൾ ചെയ്തത് പിന്നെ അർഷദീപ് സിംഗ് 3 വിക്കറ്റ് എടുത്തു. 9 ഓവറിൽ 45 റൺസ് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നിയത് ഗുർനൂറിൻ്റെ ബോളിങ്ങാണ്. അവനൊരു 3 വിക്കറ്റ് എടുത്തു. ഇപ്പം കുറേ പുതിയ ബോളേഴ്സ് IPL നല്ലപോലെ പെർഫോം ചെയ്യുന്നതിൻ്റെ ബേസിൽ നല്ല അവരെ കളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് പ്രിൻസ് യാദവിനും ആദ്യം എറിഞ്ഞപ്പോൾ ഒരു വിക്കറ്റ് കിട്ടിയത്, പക്ഷേ 5 വയസ്സായത് നോ ബോളായിപ്പോയി. എന്നാലും നല്ല ബോളിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പം ബുംറ മെയിൻ ബോളേഴ്സൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ടീം ഇന്ത്യ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ കുറച്ച് ബോളേഴ്സ് വന്നാലേ ഇന്ത്യക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ബുംറയ്ക്കൊക്കെ എപ്പോഴും വർക്ക് ലോഡും ഇഞ്ചുറീസും കാരണം പല മെയിൻ മാച്ചസ് മാത്രം കളിപ്പിച്ചിട്ട് അല്ലാത്ത മാച്ചസിൽ നിന്നൊക്കെ മാറ്റി നിർത്തേണ്ട അവസ്ഥ വരുന്നുണ്ട്. മെയിൻ ഇഞ്ചുറി കൺസേൺഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ നമ്മളെല്ലാ കളിയിലും ബുംറയുടെ ഇറക്കി കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം മെയിൻ മാച്ചസ് മാത്രമേ ബുംറ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ള ബോളേഴ്സിനെ ഡെവലപ്പ് ചെയ്താലേ നമുക്ക് മാച്ചസൊക്കെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർ പുതിയതായിട്ട് എറിഞ്ഞ ഗുർനൂറും പ്രിൻസ് യാദവ് നല്ലപോലെ ബോളിങ് ചെയ്തിട്ടുണ്ട്. അർഷദീപ് കുറേ നാളായിട്ട് എറിയുന്നതാണ്, പുള്ളി നല്ലപോലെ ബോൾ ചെയ്തു. എന്നാലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ശരിക്കും ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാനും മാച്ച് ഒരു 1-sided മാച്ച് എന്ന് വേണം പറയാം. കാരണം അവർ വലിയ കാര്യമായിട്ടൊന്നും ബാറ്റ് ചെയ്തിട്ടില്ല. ഗർബാസും ഒക്കെ 41 റൺസും പിന്നെ റഹ്മത്ത് ഷാ 79 റൺസ്, അങ്ങനെയൊക്കെ 1-2 പേരൊക്കെ വലിയ കാര്യമായിട്ട് ബാറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പരാജയം എന്ന് വേണം പറയാം. ശരിക്കും ഇവരുടെയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഇഷാൻ കിഷന് ചാൻസ് കിട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വിരാട് കോഹ്ലി ഇഞ്ചുറി ആയതുകൊണ്ടാണ്. അത് ശരിക്കും പുള്ളി മുതലാക്കി എന്ന് വേണം പറയാം. ഇനിയിപ്പം ആകെയുള്ളൊരു കൺസേൺ ഇനിയിപ്പം വിരാട് കോഹ്ലിയൊക്കെ തിരിച്ചു വരുമ്പോൾ
ഇഷാൻ കിഷൻ്റെയും പിന്നെ ശുഭ്മാൻ ഗില്ലൊക്കെ ഉണ്ട്. അപ്പം അവർ ഏതിനി പൊസിഷനിൽ ബാറ്റ് ചെയ്യും എന്നാണ് ഒരു പ്രശ്നം. ഇനി ഇത്രയും ഫോമിലുള്ള ഇഷാൻ കിഷനെ മാറ്റും എനിക്കറിയില്ല. ഇനി വേറെ ആരെങ്കിലും മാറ്റാൻ ശ്രമിക്കുമോ? കെ എൽ രാഹുലിനെ. പക്ഷേ കെ എൽ രാഹുലൊക്കെ കഴിഞ്ഞ കളിയിലൊക്കെ നല്ലൊരു കളിച്ചു. അപ്പോൾ ഒരു കളി വെച്ചിട്ട് നമുക്കവരെ വിലയിരുത്താനൊന്നും പറ്റത്തില്ല. അപ്പം അവരെ മാറ്റി ചെയ്യുമോ? ഇതിൻ്റെ ബാറ്റിംഗ് ഓർഡർ എങ്ങനെ വരും? അതൊരു മെയിൻ കൺസേൺ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചെറിയ മാച്ചസ് ആയതുകൊണ്ട് അവർ പല പല ഓർഡറിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ കളിയിലും SSC ജയ്സ്വാളൊന്നും ഇല്ലായിരുന്നു. ഈ കളിയിൽ അവർ SSC ജയ്സ്വാളിനെ ഇൻക്ലൂഡ് ചെയ്തു. എന്ന് പറയുന്ന പോലെ പല പല റൊട്ടേഷൻ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ODI വേൾഡ് കപ്പ് വരുന്നപോലും അതിന് ബെസ്റ്റ് ടീം ബെസ്റ്റ് പ്ലേയിങ് 11 എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പല റൊട്ടേഷൻ നടത്തുന്നത്. പിന്നെ മെയിൻ ബോളേഴ്സിന് ഇഞ്ചുറി പറ്റിയ, അതായത് ബുംറ, ഓൾറൗണ്ടേഴ്സായ ഹാർദിക് പാണ്ഡ്യ, അവരൊക്കെ കളിച്ചില്ലെങ്കിലും എങ്ങനെ മാനേജ് ചെയ്യും എന്നായിരിക്കും അവർ നോക്കുന്നത്. അതിലായിരിക്കും പുതിയ പുതിയ ബോളേഴ്സിനെയൊക്കെ അവർ ട്രൈ ഔട്ട് ചെയ്തേക്കുന്നത്. ആ ട്രൈ ഔട്ട് ചെയ്ത ബോളേഴ്സ് എല്ലാം തന്നെ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രിൻസ് യാദവ് ആണെങ്കിലും ഗുർനൂർ ആണെങ്കിലും ശരിക്കും ഒരു ടോൾ ബോളറാണ്. അപ്പോൾ നല്ല ബൗൺസൊക്കെ വരുന്നതുകൊണ്ട് നല്ലവരെ അവർ കളിച്ചിട്ടുണ്ട്.